you, Dr. Dhanesh. Thank you all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുറന്നു വരുന്ന വെബ് പരമ്പരയുടെ 1394 ദിവസം. ഇന്ന് മലയാളം സെഷനിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മലയാളം സെഷനിൽ പ്രോസ്റ്റേറ്റ് ഡിസീസും അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന അസുഖങ്ങളും ഹോമിയോപ്പതി ചികിത്സയും എന്നുള്ള വിഷയത്തിൽ ചർച്ചയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സും ചർച്ചയിൽ പങ്കെടുക്കുകയും എല്ലാവരുടെയും അഭിപ്രായം. ഡോക്ടർ മ്യൂട്ടാണേ. പ്രോസ്റ്റേറ്റ് ഡിസീസിനെ കുറിച്ച് എല്ലാവർക്കും കേസുകൾ കിട്ടാറുണ്ടായിരിക്കും. എല്ലാവരും ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. പ്രോസ്റ്റേറ്റ് ഡിസീസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ച് ആമുഖമായി 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. നന്ദി ഡോക്ടർ ശൈല. നമ്മൾ വളരെ അധിക സമയം ഇങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് രോഗങ്ങളെക്കുറിച്ചും പലപ്പോഴായിട്ട് ഈ വേദിയിൽ പലരും സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നൊരു ദിവസം നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് ചർച്ച വെച്ചിരിക്കുന്നത്. പലരും ഇങ്ങനെ ഒരു അവയവത്തെക്കുറിച്ച് അറിയാറ് പോലുമില്ല. എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഡോക്ടറെ എനിക്ക് മൂത്ര തടസ്സം വരുന്നു, അല്ലെങ്കിൽ മൂത്രം കൂടെ പോകുന്നു, കല്ലാണെന്നാ തോന്നുന്നത്, ബ്ലോക്ക് ആയിരിക്കുകയെന്നാണ് തോന്നുന്നത് എന്നും പറഞ്ഞായിരിക്കും മിക്കവാറും പേരും നമ്മളെ കാണാൻ വരുന്നത്. അപ്പോഴാണ് നമ്മൾ കല്ലാണോ അല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മൾ ഒന്ന് സ്കാൻ ചെയ്യിക്കുമ്പോഴാണ് ഇത് പ്രോസ്റ്റേറ്റ് ആണെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പ്രോസ്റ്റേറ്റ് ഒരു 40 വയസ്സിന് ശേഷം മിക്കവാറും പുരുഷന്മാരിലും ഇപ്പം കണ്ടുവരുന്നുണ്ട്. നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള ഇരിപ്പ് അതിനൊരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ നിരന്തര സ്ട്രെസ്സ്, കൂടുതലായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടാകുന്ന ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഇത് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറാറുണ്ട്. പല ആൾക്കാരും നമ്മളോട് വന്ന് പറയുന്ന വേറൊരു കാര്യം, ഡോക്ടറെ ഞാൻ മൂത്രം ഒഴിക്കാൻ ഇരിക്കുമ്പോൾ അല്ലെ ടോയ്ലറ്റിൽ ഇരിക്കുമ്പം എൻ്റെ ബീജമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ എന്ന് പറയും. അതും മിക്കവാറും ഈ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് ആണ് അങ്ങനെ കൂടുതലും പോകുന്നത്. അപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതെന്തായിരിക്കാം എന്നതിനെക്കുറിച്ച് അറിയുന്നതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഈ സാധാരണ നമ്മൾ പ്രൈമറി എന്ന ഈ അൾട്രാ സോണോഗ്രാഫിയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അബ്ഡോമൻ ആൻഡ് പെൽവിസ് എന്ന അത് എഴുതി ചെയ്യുമ്പോഴാണ് മിക്കവാറും ഇത് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ അയ്യോ ഇത് ക്യാൻസർ ആകുമോ എന്നുള്ളൊരു ഭയപ്പാട് പലർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. PSA എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര കണ്ടാണെന്ന് നോക്കിയിട്ടാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഒരു 7 മേൽ പോവുകയാണെങ്കിൽ മാത്രമാണ്, 7-8 അതിനൊക്കെ മേലിൽ പോകുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് മറ്റു രീതിയിലുള്ള വിദഗ്ധ പരിശോധനകൾക്ക് വേണ്ടി രോഗിയെ വിടുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത്. അപ്പോൾ വളരെ ചുരുക്കം കേസുകളിലാണ് നമ്മൾ ബയോപ്സിയൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് മോഡേൺ മെഡിസിനിൽ പോവുകയാണെങ്കിൽ അവരിതെല്ലാം ചെയ്യിക്കാറുണ്ട്. എന്താണെന്ന് അറിയാനും അതിനുള്ള മാർഗങ്ങളും. സ്വാഭാവികമായിട്ടും അവിടെ ചേരുന്ന മിക്കവാറും രോഗികളും തുടക്കത്തിൽ തന്നെ ഇപ്പോഴേ സർജറിക്ക് വിധേയരാകുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ടെന്നും അത് നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ അനുഭവങ്ങളുണ്ടെന്നും നമുക്ക് അവരോട് ബോധ്യപ്പെടുത്താനാവണം. അതിനായിട്ട് കൊണ്ട് തന്നെ നമ്മൾ ഈ കേസുകളിൽ നമ്മൾക്ക് വരുന്ന എല്ലാ കേസുകളുടെയും ഡോക്യുമെന്റ്സ് നമ്മൾ സൂക്ഷിക്കുകയും, ഇങ്ങനെയുള്ള ഒരു രോഗി വരുമ്പോഴും അയാളെ അത് കാണിക്കുകയും അയാളെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അയാൾക്കൊരു വിശ്വാസവും നമ്മളിലൊരു പ്രതീക്ഷയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും ഈ പ്രോസ്റ്റേറ്റിന്
ഒത്തിരി പ്രശ്നങ്ങൾ വരാം. ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡ് എന്താണെന്ന് നമ്മൾ അറിയണം. അതിന്റെ പർപ്പസ് എന്താണെന്ന്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, പുരുഷന് സാധാരണ ഒരു ഓർഗനിലൂടെയാണ്, നമ്മുടെ പെനിസ് എന്ന് പറയുന്ന അവയവത്തിലൂടെ മൂത്രം ആണ് പ്രധാനമായിട്ട് പോകുന്നതെങ്കിലും നമ്മുടെ സെക്സൽ ഫംഗ്ഷനും അത് ആ അവയവം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെക്സൽ ഫംഗ്ഷനിൽ വരുമ്പോൾ ബീജം അതല്ല സെമൻ വരുമ്പോൾ ഈ സെമൻ വരുന്ന വഴി മൂത്രത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് സെമൻ നശിച്ചു പോകാൻ, ബീജങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ബീജം നശിക്കാതിരിക്കുന്നതിനായിട്ട് ആ വഴി ക്ലിയർ ചെയ്യുന്ന ഒരു പർപ്പസാണ് പ്രധാനമായിട്ടും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ഈ പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡിന്റെ ഒരു പ്രാധാന്യം. അപ്പം നമ്മൾ സാധാരണ മുഖ്യമന്ത്രി പോകുമ്പോൾ അതിനു മുമ്പ് പൈലറ്റ് പോകുന്ന പോലെ തന്നെ ഈ ഒരു സെക്സൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ സെക്സൽ ആക്ടിവിറ്റീസിലോട്ടോ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഒരു ചെറിയ എണ്ണ പോലുള്ള ഒരു ദ്രാവകം വരികയും ആ ദ്രാവകം ആ വഴി ക്ലിയർ ചെയ്യുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണ് ഈ സെമൻ വരുന്നതും ഈ സെമനിൽ വരുമ്പോൾ ബീജങ്ങൾ നശിക്കാതിരിക്കും. പക്ഷേ നമ്മളിത് സ്വാഭാവികമായിട്ടും രണ്ടും വരുന്നത് ഒരാൾ തിരിച്ചറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിരിച്ചറിയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ പലരും ടോയ്ലറ്റിൽ ഇരുന്ന് മുക്കുമ്പോൾ ഇങ്ങനെ ഒരു എണ്ണ പോലുള്ള ഒരു ദ്രാവകം വരുന്നതായിട്ട് തോന്നുകയും അതിലൂടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അയ്യോ എൻ്റെ ബീജമൊക്കെ മൂത്രമൊഴിക്കാനിരിക്കുമ്പോൾ പോവുകയാണ് എന്ന് പറയുന്നൊരവസ്ഥ വരികയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഇത് നോട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചികിത്സയ്ക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഒത്തിരി മെഡിസിൻസ് ഫലപ്രദമാണ്. എപ്പോഴും നമ്മൾ കേസ് എടുക്കുമ്പോൾ ആ കേസിൽ എന്താണ് നമ്മൾ കാണുന്നത് വെച്ചാൽ അത് വളരെ പ്രാധാന്യമാണ്. പല ഡോക്ടർമാരും നമ്മുടെ വേദിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ റെമഡി കൊണ്ട് തന്നെ പല കേസുകളിലും പ്രോസ്റ്റാറ്റിക് പ്രോസ്റ്റാറ്റിൻ്റെ എൻലാർജ്മെൻറ്റും പ്രോസ്റ്റാറ്റിക് തടിപ്പുകളും ഒക്കെ മാറ്റാൻ പറ്റുന്നതായിട്ട്. അതുപോലെ തന്നെ അതിന് ഓർഗൻ റെമഡീസ് ഉണ്ട്. ഈ ഓർഗൻ റെമഡീസും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനോടൊപ്പം ഉപയോഗിക്കുമ്പോൾ വളരെ വേഗത്തിൽ റിസൾട്ട് കിട്ടുന്നതായിട്ട് ഭൂരിഭാഗം ഡോക്ടർമാരും പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇന്നിപ്പോഴ് പല ആൾക്കാരും നെറ്റിൽ സെർച്ച് ചെയ്യും. അപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കാണും പ്രോസ്റ്റേറ്റിക് ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഏത് കേസും നമുക്ക് സക്സസ് ആകുന്ന മുറയ്ക്ക് നമ്മളിതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് ജനങ്ങളിൽ എത്തുകയും ഇപ്പം നമ്മളടുത്ത് വരുന്ന രോഗികൾ മാത്രമല്ല, പുതുതായിട്ട് ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർ അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോമിയോ ഡോക്ടറെങ്കിലും കാണാൻ ശ്രമിക്കുകയും അതുവഴി ഹോമിയോപ്പതിയുടെ പോപ്പുലാരിറ്റി കൂടുതൽ ആൾക്കാരിൽ എത്തുകയും അതുവഴി ഹോമിയോപ്പതി വളരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനായിട്ടുള്ളൊരു കൂട്ടായ ശ്രമം ഉണ്ടാവണം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആമുഖം. പിന്നെ ഞാൻ എൻ്റെ പല കേസുകളും ഈ വേദിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് സെഷനിലും മലയാള സെഷനിലും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോഴും ഒരു 8 വർഷം മുമ്പ് വന്ന പേഷ്യൻ്റ് ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു. അന്ന് ഇത് റിമൂവ് ചെയ്യണം, അന്ന് ഏകദേശം 30-നോടടുത്ത് PSA ഒക്കെ ഉണ്ടായിരുന്ന കേസാണ്. പക്ഷെ ആളിപ്പോഴും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും ബ്ലഡ് HP ഒക്കെ നല്ല പോലെയുണ്ട്. വയസ്സ് 85ഓളം ഉണ്ട്. പക്ഷേ ആള് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ പോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു നല്ല പനി പോലെ വന്നപ്പോഴാണ് ഏകദേശം 1 വർഷത്തോളം മെഡിസിൻ നിർത്തിയതിന് ശേഷം അദ്ദേഹം നമ്മളെ കാണാൻ വരുന്നത്. അപ്പം അതിനർത്ഥം അന്നേ റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രോസ്റ്റേറ്റ് ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തടസ്സം ഇല്ലാതെ ജീവിക്കുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം വരാൻ കാരണം പനി വന്നപ്പോഴത്തേക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രം പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് പേടിയായി, അയ്യോ ഇത് പ്രോസ്റ്റേറ്റിൻ്റെ ആണ്. പക്ഷെ പനി കുറഞ്ഞപ്പോഴത്തേക്ക് അത് നോർമലായി. സാധാരണ രാത്രി പകൽ 2 പ്രാവശ്യം സാധാരണ പോലെ പോവുകയും രാത്രിയിൽ 2-3 പ്രാവശ്യത്തിലധികം പോകാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ പ്രായം വെച്ച് നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നോർമലാണ്. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കേസുകൾ നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടുതൽ വിദഗ്ധമായി ചർച്ച ചെയ്യുന്നതിനായിട്ട് മറ്റുള്ളവർക്കായിട്ട് വിടുകയാണ്. നന്ദി ഡോക്ടർ. ഓക്കെ ധനേഷ് ഡോക്ടറെ, നന്ദി. ഇനി മറ്റ് ഡോക്ടേഴ്സിനും ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ നല്ല കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുകയോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളോ ചികിത്സിച്ച മെഡിസിൻസോ ഒക്കെ എല്ലാ ഡോക്ടേഴ്സും അനുഭവങ്ങൾ പങ്കുവയ്ക്കണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. ഹരിഹരൻ സാറുണ്ട്, പിന്നെ അതുപോലെ മറ്റു ഡോക്ടേഴ്സ്
ആർക്ക് വേണമെങ്കിലും പറയാം. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഓരോരുത്തരും മുമ്പോട്ട് വരണം. ഹരിഹരൻ സാർ ഇല്ലേ? ഹരിഹരൻ സാറ് ഉണ്ട്. ദീപാ പ്രകാശ് ഡോക്ടറുണ്ട്. ഹരിഹരൻ സാർ വന്നല്ലോ. ഹരിഹരൻ സാറ് സാറ് എന്താണ് സാറിന് പ്രോസ്റ്റേറ്റ് ഡിസീസ്? കേക്കാം സാർ, അനുഭവങ്ങൾ പറഞ്ഞ. ഇവിടെ നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഡോക്ടർ സനീഷ് രാവിലെ വിളിച്ച് എന്തൊക്കെ ചോദിച്ചു. എന്താ നമുക്ക് അത് വേറൊരു ഒരു പ്രോബ്ലം ഞാൻ സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ധനേഷ് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞത്. നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എന്താ ഡോക്ടറുടെ മനസ്സിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സജഷൻ പറഞ്ഞു. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഹരിഹരൻ സാറിന് കേൾക്കുന്നില്ല. നെറ്റിന്റെ പ്രശ്നമാണോ? നെറ്റിന്റെ പ്രശ്നമായിരിക്കും. കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, മ്യൂട്ടൊന്നും അല്ല. ഹരിഹരൻ സാറിന് കേൾക്കുന്നില്ല. കേൾക്കാമോ? കേക്കാം സാറ്. ആഫ്റ്റർ 40 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതായത് കൂടുതൽ പ്രാവശ്യം രാത്രിയിൽ കൂടുതൽ പ്രാവശ്യം മൂത്രം ഒഴിക്കുക, എഴുന്നേക്കാനും, അതുപോലെ മൂത്രം ചുടിച്ചിലുണ്ടാവുക, അതുപോലെ മൂത്രത്തിന്റെ കളർ വ്യത്യാസം ഉണ്ടാവുക, അതുപോലെ തന്നെ വേദന ഉണ്ടാവുക, അതുപോലെ തന്നെ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മൂത്രം അറിയാതെ പോവുക, പിന്നെ ഒരു പ്രത്യേക രീതിയിൽ നിന്നെങ്കിൽ മാത്രമേ മൂത്രം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയുള്ള ചില സിംറ്റംസ് ഒക്കെ അപ്പിയർ ചെയ്യുമ്പോഴാണ് ഇവര് നമ്മളെ ഡോക്ടർമാരെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ സാധാരണഗതിയിൽ നമ്മളെന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയും PSA ടെസ്റ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ US സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ US സ്കാൻ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ PSA ചെക്ക് ചെയ്യാൻ പറയും. PSA തന്നെ ഡോക്ടർ ധനേഷ് പറഞ്ഞ കണക്ക് PSA ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ അതിനെപ്പറ്റി അറിയാൻ പറ്റും. അതുപോലെ തന്നെ US സ്കാൻ എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും. ഇതിന്റെ എൻലാർജ്മെന്റിനെ കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ അത് ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. സാരമില്ല, നിങ്ങൾ ഹോമിയോപ്പതി മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി, നിങ്ങളുടെ ഈ പ്രയാസങ്ങളൊക്കെ മാറും എന്ന് നമുക്ക് 100% ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് പക്ഷേ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതിന്റെ കേസ് എടുക്കണം. അത് കേസ് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് ഡോക്ടർ ധനേഷ് പറഞ്ഞതൊക്കെ ഇതിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി നമ്മൾ കണ്ടെത്തണം. ഈ വ്യക്തിയെ കുറിച്ച് നമ്മളത് കണ്ടെത്തണം. അയാൾ ഒരു നക്സോമിക്കയാണോ? സാധാരണയായിട്ട് നക്സോമിക്ക, ലൈക്കോപോഡിയം, ആസിഡ് നൈട്രിക്കം, അർജന്റൻ നൈട്രിക്കം, ഇങ്ങനെ പല മരുന്നുകൾ ഈ ഗ്രൂപ്പിൽ വരാറുണ്ട്. ചിലപ്പോൾ ചില കേസിന് കാൽക്കേരിയ കാർബ് വരാറുണ്ട്. ബരേറ്റ കാർബ് വൺ ഓഫ് ദി മെയിൻ റെമഡിയാണ് ബരേറ്റ കാർബ്. പിന്നെ ഇതൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ റെമഡീസ് ഒക്കെ സാധാരണഗതി വരാറുണ്ട്. വേറെ മെഡിസിൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാലോ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, അതിന്റെ അത് അങ്ങനെ നോക്കി അത് മെഡിസിൻ ട്രൈ. പിന്നെ കട്ടായി. ഇപ്പം 50 മില്ലിസ്മൽ പൊട്ടൻസി ഉപയോഗിക്കാറുണ്ട്. നല്ല റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ അറിയാലോ ഇത് എന്തുകൊണ്ടാണ്. ഇതൊരു വാസ്തവത്തിൽ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു സോറിക് സ്റ്റേറ്റ് ആണ്. ആ സോറിക് സ്റ്റേറ്റ് കഴിഞ്ഞ് അതങ്ങോട്ട് മാറി അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ വരുമ്പോഴാണ്
വാസ്തവത്തിൽ സിംറ്റംസ് ഒക്കെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മുടെ പേഷ്യൻസ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് സൈക്കോട്ടിക് സ്റ്റേജ് വരുമ്പോൾ എൻലാർജ്മെന്റ്, ആ ഗ്ലാൻഡുലാർ എൻലാർജ്മെന്റ് വരുമ്പോഴാണ് സാധാരണയായിട്ട് പേഷ്യൻസ് നമ്മളെ കാണാൻ വേണ്ടി വരിക. അത് അതിന് അപ്പോഴാണ് സിംറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് വീർത്ത് വരുമ്പം യൂറിനറി ബ്ലാഡറിനെ പ്രസ് ചെയ്യുകയും സ്ട്രിക്ചർ യൂറിത്ര പ്രശ്നം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ സിംറ്റംസ് കൂടുതലുണ്ടാവും. അതിൻ്റെ യൂറിനറി ബ്ലാഡർ കാപ്പാസിറ്റി കുറയും, ചിലപ്പോൾ മൂത്ര തടസ്സം ഉണ്ടാവും. അതൊക്കെ ആ ഒരു സൈക്കോട്ടിക് സ്റ്റേജാണ്. ആ സൈക്കോട്ടിക് സ്റ്റേജിൽ നമുക്ക് ധാരാളം മെഡിസിൻസ് ഉണ്ട്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്ന് തൂജ തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ. പക്ഷെ മെഡോറിനും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. മെഡോറിനത്തിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂറിനറി ഇൻഫെക്ഷൻ കൂടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പറയും കൊച്ചിലെ തൊട്ട് എനിക്ക് മൂത്രത്തിലെ അസുഖമുണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും മെഡോറിനത്തെ കുറിച്ച് ചിന്തിച്ചോണം. മെഡോറിനത്തെ കുറിച്ച് മെഡോറിനം ആ സമയത്ത് നമുക്ക് ഒരു ഹയർ പൊട്ടൻസി നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഹയർ മീൻസ് ഞാൻ സാറിന്റെ ഹയസ്റ്റ് പൊട്ടൻസി തന്നെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പം മെഡോറിനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വി വിൽ ഗെറ്റ് വെരി വണ്ടർഫുൾ റിസൾട്ട്. അത് കൊടുത്തിട്ട് പിന്നെ ഈ ഓർഗൻ റെമഡി ലിസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സിഫിലിറ്റിക് സ്റ്റേജാണ്. ആ സിഫിലിറ്റിക് സ്റ്റേജ് വരുമ്പോഴാണ് അവിടെ CAയുടെയും ഇല്ലെങ്കിൽ നൊഡ്യൂൾസിൻ്റെയും ഒക്കെ പ്രശ്നം വരുന്നത്. ആ സമയത്താണ് സിഫിലിറ്റിക് സ്റ്റേജ് വരുമ്പോഴാണ് അവിടെ ചിലപ്പോൾ അത് അങ്ങനെ നൊഡ്യൂൾസ് ഉണ്ടായിട്ട് പിന്നെ അത് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി പെയിനൊക്കെ ഉണ്ടാവും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല മരുന്നുണ്ട്. അതിനൊക്കെ മെഡിസിൻസ് ഇപ്പോൾ സിഫിലിറ്റിക് സ്റ്റേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ മരുന്ന് ഏതാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓറം നല്ല മരുന്നാണ്. ഓറത്തിൻ്റെ പിന്നെ അതുപോലെ കൊണിയം മാക് സിഫിലിറ്റിക് സ്റ്റേജിൽ നല്ല മെഡിസിനാണ്. പിന്നെ അതിന്റെ സിംറ്റംസ് അനുസരിച്ച് നമുക്ക് അത് മെഡിസിൻ ചെയ്യാവുന്നതാണ്. സോറിക് സ്റ്റേജിൽ വരുന്ന മെഡിസിൻസ് മിക്കവാറും ഈ സാവൽ സെറോട്ടില, ട്രിബുലസ് ഒക്കെ നല്ല ബെസ്റ്റ് മെഡിസിൻസ് ആണ്. ട്രിബുലസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. സാബൽ സെറോട്ടില ഒരു കോമൺ റെമഡിയാണ്. സാബൽ സെറോട്ടില അത് ഒരു സോറിക് സ്റ്റേജിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ്. പിന്നെ ഇതിന്റെ വേറെ ധാരാളം മെഡിസിൻസ് ഉണ്ടല്ലോ ഇതിന്. ഇപ്പൊ തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രൂണസ് സ്പൈനോസ ബെസ്റ്റ് മെഡിസിൻ ആണ്. പ്രൂണസ് സ്പൈനോസ അതിന്റെ ഒരു സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സിംറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹറിയാണ്. അതായത് മൂത്രം ഒഴിക്കാൻ ഹറി, ഇമ്പൽഡ് ടു യൂറിനേറ്റ്. അതാണ് പ്രൂണസ് സ്പൈനോസയുടെ പ്രത്യേകത. അതിന് വേറെ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ seems to pass as far as the glands and then retains and causes pain in urethra. അതായത് ഈ മൂത്രം വന്നു കഴിഞ്ഞാൽ ഗ്ലാൻസിന്റെ അവിടെ വന്നു കഴിയുമ്പോൾ അത് പിന്നെ അത് റിട്ടേൺ ചെയ്യുന്നതായിട്ട് തോന്നും. കേൾക്കാമോ ഡോക്ടറെ? അതാണ് അങ്ങനെ വരുന്ന ആ കണ്ടീഷനിലാണ് നമുക്ക് പ്രൂണസ് സ്പൈനോസ നമുക്ക് കൊടുക്കാം. പിന്നെ അതിന്റെ ഒരു സിംറ്റം എന്താണെന്ന് വെച്ചാൽ യൂറിൻ പോകാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് പ്രസ് ചെയ്താലേ മൂത്രം വരുള്ളൂ. അത് ഇതിന്റെ ഈ പ്രൂണസ് സ്പൈനോസയുടെ ഒരു സിംറ്റമാണ്. പിന്നെ അത് അങ്ങനെ പ്രസ് ചെയ്താലും മൂത്രം വരില്ല. കാര്യം ഒരു ഇൻഎഫക്ച്വൽ അർജിങ് ആയിട്ട് മാറത്തേ ഉള്ളൂ. അങ്ങനെയുള്ള അതിന്റെ ഒരു സിംറ്റമാണ്. പിന്നെ വേറെ ഈ സോളിഡാഗോ ഒരു നല്ല മെഡിസിനാണ്. അത് കൂടുതലും ഈ സ്കാൻഡി യൂറിനും അത് കിഡ്നിക്ക് എന്തെങ്കിലും അഫക്ഷൻ വന്നിട്ട് ക്രിയാറ്റിൻ ലെവലൊക്കെ കൂടിയിട്ട് നമ്മുടെയൊക്കെ വരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഈ സോളിഡാഗോ ഒരു നല്ല മരുന്നാണ്. അതുപോലെ തന്നെ സിസ്റ്റൈറ്റിസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനും ഈ സോളിഡാഗോ നല്ല റെമഡിയാണ് സോളിഡാഗോ. പിന്നെ കാൽക്കുലസ്, യൂറിനറി കാൽക്കുലസ് ഉണ്ടെങ്കിൽ, കിഡ്നിയിൽ കാൽക്കുലസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഈ സിംറ്റമായിട്ട് വരുവാണെന്നുണ്ടെങ്കിലും പ്രോസ്റ്റേറ്റിൽ അതിനെ സോളിഡാഗോ ബെസ്റ്റ് മെഡിസിനാണ്. പിന്നെ ഇതിന്റെ യൂറിൻ
ഈ സോളിഡാഗോയുടെ യൂറിൻ എപ്പോഴും ഒരു റെഡിഷ് ബ്രൗൺ ആയിരിക്കും, മാത്രമല്ല തിക്കായിരിക്കും. അത് സോളിഡാഗോയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ റീടെൻഷൻ ഉണ്ടാകും, ചിലപ്പം മൂത്രം അതിനകത്ത് ഇരുന്ന് റീടെൻഷൻ ഉണ്ടാകുമ്പോൾ കത്തീഡ്രൈസേഷൻ ഒക്കെ വേണ്ടി വരും. അതാണ് അതിന് ഈ സോളിഡാഗോ മെഡിസിൻ നമുക്ക് നല്ലപോലെ ചെയ്യും. പിന്നെ വേറെ ധാരാളം മെഡിസിൻസ് നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രത്യേക മെഡിസിൻ ഉണ്ട്, അതിന് ഈ അർട്ടിക്ക യൂറൻസ് അല്ല, അർട്ടിക്ക ഡയോയിക്ക എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, DIOICA, ഡയോയിക്ക എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് ഈ BPHന് നല്ലതാണ്, അതുപോലെ തന്നെ റീനൽ ഇമ്പയർമെന്റിന് നല്ലതാണ്. അതിന്റെ സിംറ്റം എന്താണെന്ന് വെച്ചാല് റെസിഡ്യുവൽ വോളിയം റെസിഡ്യുവൽ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ ആ റെസിഡ്യുവൽ യൂറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കും. അതാണ് ആ മെഡിസിന്റെ ഒരു ആക്ഷൻ. പിന്നെ അത് കാർഡിയാക് ഇമ്പയർമെന്റ് ഉള്ള പേഷ്യൻസിനും ഈ മെഡിസിൻ നല്ലതാണ്. കാർഡിയാക് ഇത് ജർമ്മനിയില് ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയില് ഈ മെഡിസിൻ ഈ അമേരിക്കൻ ഹെൽത്ത് ഒഫീഷ്യൽസ് ഈ ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്, ഈ മെഡിസിന്റെ ആക്ഷൻ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതും നല്ല ഇങ്ങനെ കുറെ ധാരാളം മെഡിസിൻസ് ഉണ്ട്. പിന്നെ ഈ വേറെ ഒരു മെഡിസിൻ ആണ്, ഞാൻ കുറെ മെഡിസിൻ പറയാം. ഈ ക്രോട്ടൺ മെംബ്രേനിക്കസ് മെഡിസിൻ ഉണ്ട്, മെംബ്രേനിക്കസ്. അത് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനെ ഷ്രിങ്ക് ചെയ്യിക്കും. ദാറ്റ് ഈസ് ദ ഫിസിയോളജിക്കൽ ആക്ഷൻ ഓഫ് ദാറ്റ് മെഡിസിൻ. പിന്നെ അതിന്റെ ഒരു ആന്റി പ്രോലിഫറേറ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ഈ ക്രോട്ടൺ മെംബ്രേനിക്കസ്. അതായത് ഇത് അങ്ങനെ ഒരു മെഡിസിൻ ആണ്. പിന്നെ അനിമൽ സ്റ്റഡിയിൽ അത് നടത്തിയിട്ട് അതും ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ PSA കൺസിഡറബിൾ ആയിട്ട് റെഡ്യൂസ് ചെയ്യാനും ഈ മെഡിസിൻ നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ ക്രോട്ടൺ മെംബ്രേനിക്കസും നല്ലതാണ്. പിന്നെ അടുത്തത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റാഫിസാക്രിയ, വണ്ടർഫുൾ മെഡിസിൻ ആണ് സ്റ്റാഫിസാക്രിയ. അതായത് ഈ ആഫ്റ്റർ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോസ്റ്റേറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വരികയോ ഇല്ലെങ്കിൽ യൂറിത്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരികയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ സ്റ്റാഫിസാക്രിയ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. അതുപോലെ ഒരു മെന്റൽ ട്രോമ വരിക, അതായത് ഇൻഡിഗ്നേഷൻ ആൻഡ് മോർട്ടിഫിക്കേഷൻ ആഫ്റ്റർ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുവാണെങ്കിൽ അതിന് സ്റ്റാഫിസാക്രിയ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ദെൻ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. പിന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ ഇതിന്റെ ഒരു കോമൺ സിംറ്റം ആണ്, അതും സ്റ്റാഫിസാക്രിയയ്ക്ക് ഉണ്ട്. ഇൻകംപ്ലീറ്റ് സ്ട്രെയിനിങ് ആണ്, അത് സ്ട്രെയിൻ ചെയ്യും, പക്ഷെ ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്. അതിന് ബേണിങ്, ഈ സ്റ്റാഫിസാക്രിയയ്ക്ക് ബേണിങ് ഉണ്ട്. പിന്നെ വിത്തൗട്ട് യൂറിനേഷൻ ബേണിങ്, അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിപ്പോ കാന്താരിസിനൊക്കെ എടുക്കുകയാണെങ്കിൽ അത് യൂറിൻ പാസ് ചെയ്യുമ്പോഴും അതിന്റെ എൻഡ് വരുമ്പോഴും ബേണിംഗ് ഉണ്ട്. പക്ഷേ ഈ സ്റ്റാഫിസാക്രിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബേണിംഗ് ഇൻ യൂറിത്ര വൈൽ നോട്ട് യൂറിനേറ്റിംഗ്. അതാണ് സ്റ്റാഫിസാക്രിയുടെ ഒരു പ്രത്യേക സിംറ്റം. പിന്നെ സ്റ്റാഫിസാക്രിയ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മെഡിസിൻ പിന്നെ ചിമോഫില ഈസ് എ വണ്ടർഫുൾ റെമഡി. നമ്മുടെ പ്രോസ്റ്റേറ്റ് BPHന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ചിമോഫിലയെ ഒരിക്കലും നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല. അത് റോപ്പി മ്യൂക്കസ് ആണ്. അതായത് ചിമോഫിലയുടെ സിംറ്റം എന്താ വെച്ചാൽ റോപ്പി മ്യൂക്കസ്, ഈ മൂത്രത്തിൽ കൂടെ മ്യൂക്കസ് ഇങ്ങനെ പുറുലന്റ് ഡിസ്ചാർജ്, എന്നിട്ട് അത് സെഡിമെന്റ്സ് ഉണ്ടാകും. പിന്നെ ഇത് സ്മാർട്ടിങ് പെയിൻ ഇൻ യൂറിത്ര. പിന്നെ അത് നെക്ക് ഓഫ് ദി ബ്ലാഡർ ടു മിയാറ്റസ് ആയിരിക്കും. അതായത് യൂറിനറി ബ്ലാഡറിന്റെ നെക്ക് തൊട്ട് നമ്മുടെ മിയാറ്റസ് വരെ ആ പെയിൻ ഇങ്ങനെ നീണ്ടു നിൽക്കും. അതാണ് അതിന്റെ. പിന്നെ വേറൊരു മെയിൻ സിംറ്റം ഞാൻ അതിന്റെ പറയുന്നത് അൺഏബിൾ ടു യൂറിനേറ്റ് വിത്തൗട്ട് സ്റ്റാൻഡിങ് വിത്ത് ഫീറ്റ് വൈഡ് എപ്പാർട്ട്. കാല് കവച്ചിരുന്ന്
മാത്രമേ ഈ വ്യക്തിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് സിംറ്റം ഓഫ് ചിമോഫില. പിന്നെ അത് മാത്രമല്ല, കാല് കവച്ച് നിൽക്കുകയും ബോഡി മുന്നോട്ടേക്ക് ആഞ്ഞു നിൽക്കുകയും വേണം. മുന്നോട്ട് കുനിഞ്ഞു നിൽക്കണം, എന്നാലേ ചിമോഫില, ദാറ്റ് ഈസ്, അത് ബോറിക്ക് കിടക്കുന്ന ഒരു മെയിൻ സിംറ്റം ആണത്. അൺഏബിൾ ടു യൂറിനേറ്റ് വിത്തൗട്ട് സ്റ്റാൻഡിങ് വിത്ത് ഫീറ്റ് വൈഡ് അപ്പാർട്ട് ആൻഡ് ബോഡി ഇൻക്ലൈൻഡ് ഫോർവേഡ്. അത് ഈ ചിമോഫിലയുടെ ഒരു മെയിൻ സിംറ്റം ആണ്. പിന്നെ ഇതെല്ലാം മെഡിസിൻസ് നല്ല ആക്ഷനുള്ള മെഡിസിനാണ്. പ്രൊവൈഡഡ് നമ്മൾ അതിന്റെ സിംറ്റം മാത്രം, കേസ് എടുക്കുമ്പോൾ സിംറ്റം പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം. ഈ പ്രായമായ ആൾക്കാർക്ക് വേറെ പറ്റിയൊരു മെഡിസിൻ എന്നറിയാമോ? ഫെറം പിക്രിക്കം ബെസ്റ്റ് മെഡിസിൻ ആണ്. സെനൈൽ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെന്റിനാണ് അത് പറയുന്നത്. ഇപ്പൊ 40 വയസ്സല്ല, ഒരു 80 വയസ്സ് 75 വയസ്സ് ഒക്കെ ഒരാളിന് നമുക്ക് മെഡിസിൻ വരുവാണെങ്കിൽ, ഞാനാണെങ്കിൽ ഈ ഫെറം പിക്രിക്കം കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ ബരൈറ്റ കാർബ് 10 ഒരു ഡോസും. ബരൈറ്റ കാർബ് 10 സാധാരണയായിട്ട് ഒരു ഡോസ് അല്ല, ഞാൻ അടുപ്പിച്ച് 3 ഡോസ് കൊടുക്കും. അതും ഫെറം പിക്രിക്കം 30 കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അത് നല്ലൊരു മെഡിസിൻ ആണ് അത്. പിന്നെ ഈ ഫെറം പിക്രിക്കത്തിന് വേറൊരു സിംറ്റം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ രക്തത്തില് ഒരു ഫുൾനെസ് തോന്നിക്കും, ഒരു ഫുൾനെസ് ഫീലിംഗ് ആൻഡ് പ്രഷർ അറ്റ് ദി റീജിയൻ ഓഫ് റെക്ടം. അത് ഈ എൻലാർജ്മെന്റ് കൊണ്ടുണ്ടാകുന്ന ഒരു സിംറ്റം ആണത്. അതാണ് ഫെറം പിക്രിക്കത്തിന്റെ മെയിൻ നന്നായിട്ട് നമ്മുടെയൊക്കെ വരുന്ന ഒരു സിംറ്റം ആണ് അത് ഞാൻ പറഞ്ഞില്ല. ബരൈറ്റ കാർബ് ഇതിന്റെ കൂടത്തിൽ നമ്മളെ കൊടുക്കുകയും ഈ റെമഡീസും കൂടെ അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. ഈ എൽഡർലി പീപ്പിളിലാണ് കൂടുതലും ഈ ബരൈറ്റ കാർബ് ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അത് നല്ല മെഡിസിൻ, രണ്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ വേറെ ഒരു മെഡിസിൻ എന്ന് വെച്ചാല് പെട്രോസെലിനം എന്ന് പറയുന്നത്, ഇത് ആക്ച്വലി ഈ പഴയ റോമൻസിന്റെ ആ കാലം തൊട്ടേ അവിടുത്തെ ഡോക്ടർമാരൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഈ പെട്രോസിലിനം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു അന്നത്തെ കാലത്ത്. അതിന്റെ ഒരു സിംറ്റം ഇത് തന്നെയാണ്, ബേണിംഗ് ആൻഡ് ടിംഗ്ലിംഗ് ഇൻ യൂറിത്ര, പിന്നെ സഡൻ അർജിങ് ഇൻ യൂറിത്ര, പിന്നെ ഇറസിസ്റ്റബിൾ ഡിസയർ ടു യൂറിനേറ്റ്. ഈ 3 സിംറ്റമാണ് അതിനകത്ത് മുഖ്യമായിട്ടുള്ളത്. ബേണിംഗ്, ടിംഗ്ലിംഗ് ഇൻ യൂറിത്ര, സഡൻ അർജിങ് ടു യൂറിനേറ്റ് ആൻഡ് ഇറസിസ്റ്റബിൾ ഡിസയർ ടു യൂറിനേറ്റ്. പെട്രോസിലിനം. അപ്പൊ പെട്രോസിലിനം നമ്മുടെ എപ്പോഴും നമ്മൾ ഈ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റിനെ പറ്റി ചിന്തിക്കണം. പിന്നെ വേറെ ഒരു മെഡിസിന് ഇത് ഓർഡറിലായിട്ടൊക്കെ പറയുന്നുള്ളേ ഉള്ളൂ. ഹൈഡ്രാഞ്ചിയ ഇസ് വെരി വെരി വണ്ടർഫുൾ. ഹൈഡ്രാഞ്ചിയയുടെ ഒരു പ്രത്യേക ആക്ഷൻ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം ഉപയോഗിക്കാറുണ്ട്. അത് യൂറിനറി കാൽക്കുലസിനാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ യൂറിനറി കാൽക്കുലസ് കിഡ്നിയുടെ അപ്പറിലോ ലോവർ പോളിലോ ഒക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രയാസമാണ്. അവിടുന്ന് അത് തിരിച്ച് കലിസസി വന്നിട്ട് യൂറിറ്ററിലേക്ക് വരാൻ വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഈ ഹൈഡ്രാഞ്ചിയ കണ്ടിന്യൂസ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യണം. അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പതുക്കെ പൊടിയും. അതൊക്കെ പൊടിഞ്ഞ് അത് മണ്ണ് രൂപത്തിലായിട്ട് വെളിയിലേക്ക് വരും. ഇതും ഈ ഹൈഡ്രാഞ്ചിയം ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രോസ്റ്റാറ്റിക് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിനാണ് നമ്മുടെ ഇക്വിസ്റ്റം. ഈ ഹൈഡ്രാഞ്ചിയയും ഇക്വിസ്റ്റവും പരസ്പരം പൂരകമാണ്. ഹൈഡ്രാഞ്ചിയയും ഇക്വിസ്റ്റവും പൂരകമാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഹൈഡ്രാഞ്ചിയ വേറെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആർട്ടറീസിനെ, അതായത് ഈ മടങ്ങിക്കിടക്കുന്ന, അതിനൊരു പത്തോളജിക്കൽ ആക്ഷൻ ആയിട്ട് പറയുന്നത് ഫ്ലെക്സിബിൾ ആർട്ടറീസ്. അതിനെ മെയിൻറ്റെയിൻ ഫ്ലെക്സിബിൾ ആർട്ടറീസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗുഡ് ബ്ലഡ് സർക്കുലേഷൻ. അവിടെ ഒരു നല്ല സർക്കുലേഷൻ ഉണ്ടാക്കാനായിട്ട് ഹൈഡ്രാഞ്ചിയ വണ്ടർഫുൾ റെമഡി ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന് പിന്നെ അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. മാത്രമല്ല ഹൈഡ്രാഞ്ചിയ ഒരു ഗ്ലൈക്കോസൈഡ് കൂടാണ്.
ഗ്ലൈക്കോസൈഡ് ആണ് ഹൈഡ്രാൻജിയ. ഇതിനകത്ത് കണ്ടൻസ് ഈ വോളറ്റൈൽ ഓയിൽ, സാപ്പോണിൻ ഇതൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ റീനൽ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടത് ഇനി നമുക്ക് ഉപയോഗിക്കാം. അതിന്റെ തന്നെ സിംറ്റം ബേണിംഗ് ഇൻ യൂറിത്ര ആൻഡ് ബേണിംഗ് ഇൻ യൂറിത്രയും ഫ്രീക്വന്റ് ഡിസയർ ആയിട്ട് പോകുന്നത് ദാറ്റ് ഈസ് കോമൺ സിംറ്റം. കോമൺ സിംറ്റം ആണെങ്കിൽ നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ. പിന്നെ ഇതിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. യൂറിൻ സ്ലോ ടു സ്റ്റാർട്ട്. അവിടെ ചെന്ന് നിന്നാൽ ഇങ്ങനെ കുറേ നേരം നിൽക്കണം. കുറേ നേരം നിന്നെങ്കിൽ മാത്രമേ മൂത്രം വരുള്ളൂ. അതാണ് അതിന്റെ സ്ലോ ടു സ്റ്റാർട്ട്. ഇതിന്റെ ഒരു സിംറ്റമാണ്. പിന്നെ ഇതിന്റെ റയർ പിക്കൂലിയർ ആയിട്ട് കാണുന്ന ഒരു സിംറ്റം ഉണ്ട്. എന്താ അറിയാമോ? പെയിൻ അറ്റ് ലോയിൻ. അതായത് ലോയിനില് പെയിൻ ഓടുകൂടി വരികയാണെങ്കിൽ, ഈ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റ് വരികയാണെങ്കിൽ നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ് ഹൈഡ്രാൻജിയ. ലോയിൻ ഏരിയയിൽ രോഗികൾ പല രീതിയിലാണ് നമ്മുടെയൊക്കെ പറയുന്നത്, അവരുടെ ഓരോ സിംറ്റംസ്. പിന്നെ ഈ കൊണിയം മാക്കുലേറ്റം, ഇറ്റ് ഈസ് വെരി വെരി ഗുഡ് മെഡിസിൻ. അത് നമുക്ക് ബോറിക്ക് തന്നെ പറയുന്നില്ലേ, അതായത് ഓൾഡ് ക്രോണിക് ബാച്ചിലേഴ്സിന്റെ ഒരു റെമഡിയാണ് ഈ കൊണിയം. അതെല്ലാം ഹൈപ്പർടെൻഷൻ നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള വരുന്ന പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൂടി ഞാൻ ഈയിടെ ഒരു പേഷ്യന്റിന് ഞാൻ കൊടുത്ത എനിക്ക് വണ്ടർഫുൾ റിസൾട്ട് കിട്ടി. അത് ഇതിങ്ങനെയാണത് ഞാനിവിടെ പറഞ്ഞത്. എനിക്കൊന്ന് IFPHനകത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആള് പല ഹോമിയോപ്പതി ഡോക്ടർമാരുടെയൊക്കെ പോയിട്ടാണ് എൻ്റെയൊക്കെ വന്നത്. അപ്പൊ പല ഹോമിയോ ഡോക്ടർമാരുടെയൊക്കെ പോയിട്ട് എൻ്റെയൊക്കെ വരുമ്പം സാധാരണ നമുക്കറിയാമല്ലോ എന്തൊക്കെയാ ഹോമിയോ ഡോക്ടർമാർ സാധാരണ കൊടുക്കുന്നത്. ഒരു ഓർഡിനറി ഹോമിയോ ഡോക്ടർമാരാണെങ്കിൽ സാധാരണയായിട്ട് സാബെൽസെറോട്ടിലെയോ ട്രിബുലസോ അങ്ങനെ എന്തെങ്കിലും ബ്രേറ്റക്കാർബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പൊ ഇത് ഒരു 60 വയസ്സ് പ്രായമേ ഉള്ളൂ ഇയാളുടെയൊക്കെ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് വരാനുള്ള കാരണം എന്താ? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ കുത്തി ചോദിച്ചപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് എന്തോ അയാളുടെ മുഖത്തൊരു ഭാവ വ്യത്യാസം. ഞാൻ ചോദിച്ചു, നമുക്കിപ്പോ പറഞ്ഞാലല്ലേ എനിക്കിതിന് ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞ എന്തൊക്കെ 5 വർഷമായിട്ട് അയാൾ ഡിവോഴ്സ്ഡാണ്. 5 വർഷമായി അയാൾ ഡിവോഴ്സ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്താ എനിക്കിനി നിങ്ങളൊക്കെ ഒന്നും ചോദിക്കാനില്ല. നിങ്ങളുടെ അസുഖം ഞാൻ 2 മാസത്തിനകം ചികിത്സിച്ച് ഭേദമാക്കി തരും, അതിന് സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്താ സാർ അസുഖം അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു, സപ്രസ്ഡ് സെക്ഷുവൽ ഡിസയർ, ദാറ്റ് ഈസ് ദ റീസൺ. നിങ്ങൾക്ക് ഈ അസുഖം വരാൻ കാര്യം ഇതാണ്. നിങ്ങൾക്ക് 4 വർഷമായിട്ട് നിങ്ങൾ സഫർ ചെയ്യുന്നു, 4-3 വർഷമായിട്ട് അയാൾ സഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം വന്നിരിക്കുന്നത്. അത് റിലീസ് ചെയ്യണ്ടേ? റിലീസ് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഈ രോഗം വരും. അങ്ങനെയാണ് അത് ഞാൻ കൊടുക്കുകയും അയാൾക്ക് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ അയാൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. PSAയും കുറഞ്ഞു. അപ്പൊ ഹോമിയോപ്പതിയിലെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേസ് എടുത്തു കഴിയുമ്പോ നമുക്കറിയാം ഏത് വഴി പോകണമെന്ന്. ഇതിനകത്ത് ഞാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും നോക്കിയില്ല. അതിലേക്ക് പോകേണ്ടി എനിക്ക് വന്നില്ല. കാര്യം പല രീതിയിൽ നമുക്ക് ചികിത്സിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചികിത്സിക്കാം, ഇതിന്റെ കാരണം കണ്ടുപിടിച്ച് നമുക്ക് ചികിത്സിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഈ റീസൺ, അതായത് ഈ ചിലപ്പോൾ എന്തെങ്കിലും ഈ മീറ്റ് കഴിച്ചിട്ടോ മുട്ട കഴിച്ചിട്ടോ ഒക്കെ വോമിറ്റിംഗ് ആയിട്ടോ ഇല്ലെങ്കിൽ ഡയറി ആയിട്ടോ വരുവാണെങ്കിൽ നമുക്ക് ആ കാരണം കൊണ്ട് നമുക്ക് ചികിത്സിക്കാം. പിന്നെ റെയർ പിക്കൂലിയർ അൺകോമൺ മെഡിസിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചികിത്സിക്കാം. പിന്നെ കേസ് എടുത്ത് ഹനുമാനിയൻ മെത്തേഡിൽ വേണമെങ്കിൽ ലോട്ട് ഓഫ് മെത്തേഡ് ടു ഹോമിയോപ്പതി ട്രീറ്റ് ചെയ്യാം, പ്രൊവൈഡഡ് നമ്മൾ കേസ് എടുത്ത് നോക്കണം. കേസ് എടുക്കുമ്പം നമ്മുടെ മനസ്സിൽ തോന്നും ഞാൻ ഏത് വഴി പോകണം എന്ന് തോന്നുമ്പം ആ രീതിയിൽ നമ്മൾ ചികിത്സിക്കുകയാണെങ്കിൽ ഹോമിയോപ്പതിക് മെഡിസിൻ കൊണ്ടുപോകേണ്ട. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പേഷ്യന്റിനെ കൊടുത്തു മെഡിസിൻ. എന്താന്ന് വെച്ചാൽ അതിന് വേറെ ഇതൊന്നുമില്ല. അയാളുടെ യൂറിനറി ബ്ലാഡറിൽ ഒരു 80 വയസ്സ് പ്രായമുള്ള ആളാന്ന് കണ്ടോണം. അയാളെ അവിടുന്ന് ഈ പുഷ്പഗിരി ആശുപത്രിയിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് ചത്തുപോകുമെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടിട്ടിരിക്കുക. അങ്ങനെയാണ് അയാളുടെ മോൾ എന്റെയൊക്കെ വരുന്നത്. എന്റെയൊക്കെ വന്നു, ഡോക്ടറെ ഇത് ഈ അച്ഛന്റെ മൂത്രത്തിൽ നിന്ന് രക്തമാ പോയിക്കൊണ്ടേയിരിക്കുന്നത്, പല ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല.
ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഇല്ലാത്തതിന്റെ അതിന്റെ റെക്കോർഡ്സ് എല്ലാം എൻ്റെ ഒക്കെ കൊണ്ടുവന്നു. രക്തം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര വേദനയുണ്ട്. അതുമാത്രമല്ല, അതിനകത്ത് യൂറിനറി ബ്ലാഡറിൽ ഒരു 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 പോളിപ്പസ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പോളിപ്പസും ഉണ്ട്. അവർ പറയുന്നു അത് ക്യാൻസർ ആണ് എന്ന് പറയുന്നു. അതുകൊണ്ട് എങ്ങനെ അച്ഛനാണെങ്കിൽ വേദനയുണ്ട്, ഭക്ഷണവും കഴിക്കുന്നില്ല, ഉറക്കവും ഇല്ല, അങ്ങനെ കുറെ സിംറ്റംസ് എല്ലാം പറഞ്ഞു. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സിംഗിൾ റെമഡിയിലേക്കൊന്നും പോകരുത്. അപ്പൊ ഞാൻ അതിന് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛന്റെ മൂത്രത്തിൽ കൂടെ രക്തം പോകുന്നതെല്ലാം ഞാൻ കുറച്ചു തരാം, മൂത്രം ശരിയാക്കി തരാം. പക്ഷെ 100% നിങ്ങളുടെ അച്ഛന്റെ രോഗം ഭേദമാകത്തില്ല. പക്ഷെ നിങ്ങളുടെ അച്ഛൻ ഇത്രയും നാൾ ജീവിച്ചില്ലേ, ഇനിയും ഒരു കുറെ കാലം കൂടെ ജീവിക്കത്തക്ക രീതിയിൽ ഈ അസുഖത്തിന് ആശ്വാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ കൊടുത്ത ഒരു മെഡിസിൻ എന്താണെന്ന് അറിയാമോ? എന്റെ മയാഡീസ് എന്നും പറഞ്ഞ് അതിന്റെ ആദ്യം ഏതാ പേര്? മയാഡീസ് എന്നാണ് അതിന്റെ ലാസ്റ്റ്. നിങ്ങളുടെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മെഡിസിന്റെ പേര്? ഇല്ലേ, ഞാൻ തന്നെ പറയേണ്ടി വരും. രാധേ, ആ മയാഡീസിന്റെ ആദ്യം എന്താ? എസ് ആണ് ആദ്യം. അത് ഞാൻ ലാസ്റ്റ് പറയാം. ആ മെഡിസിനും അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഫോസ്ഫറസ് 0/3 ഫ്രീക്വന്റ് ആയിട്ട്, അതായത് സ്റ്റിഗ്മാറ്റ മയാഡിസും കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഈ ബ്ലീഡിങ്ങിന് ഞാൻ ഫോസ്ഫറസ് 0/3 ഒരു 14 പൗഡർ കൊടുത്തിട്ട് ഒരു പൊടി ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു ഒരു 1/2 മണിക്കൂർ ഇടവിട്ട് ഇന്ന് ആ പേഷ്യന്റ് ഉറങ്ങുന്നിടം വരെ കൊടുക്കണം. നേരം എടുത്തു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ പറ്റും. അത് അങ്ങനെ ഈ സ്റ്റിഗ്മാറ്റ മയാഡിസ് കൊടുത്തു. അതിന്റെ കൂട്ടത്തില് സിവിയർ ബേണിങ് അതിന് ഞാൻ കാന്താരിസ് 30 കൊടുത്തു. പിന്നെ കുത്തി ഭയങ്കര വേദനയുണ്ട്, അതിന് ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഞാൻ പറയാം, ഞാൻ എന്ത് ചെയ്യാനാ, എപ്പിസും കൊടുത്ത് ഈ ഒരാഴ്ച കൊടുത്തു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലഡ് നിന്നു. ഇതിന്റെ കൂട്ടത്തിൽ ഹമാമലിസും കൂടെ കൊടുത്തു കേട്ടോ, ഹമാമലിസ് ടിഞ്ചറും കൂടെ കൊടുത്തു ബ്ലീഡിങ്ങിന്. ഇത്രയും മെഡിസിൻസ് ഞാൻ കൊടുത്ത് അതൊരു നമ്മളെന്താ ഒരു പത്തോളജിക്കൽ ട്രീറ്റ്മെന്റിലാണ് നമ്മൾ അത് ചെയ്തത്. പക്ഷേ എന്ത് വേണ്ടി, ആ ആള് നല്ല ആശ്വാസമായി, മൂത്രം ശരിയായി. ഇന്നും വന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി, ഏതാണ്ട് എല്ലാ മരുന്നും കൂടെ. അപ്പൊ അയാളുടെ മരുന്ന് ഇതേ റിസൾട്ട് കിട്ടിയപ്പം അവിടുന്ന് അയാളുടെ തൊട്ടടുത്ത വീട്ടിന്റെ അവിടുന്ന് വേറെ ഒരു പേഷ്യന്റ് അതിന്റെ കൂട്ടത്തിൽ വന്നു. പിന്നെ അയാളുടെ മകൾക്ക് ട്രീറ്റ്മെന്റ്, അത് തൈറോയിഡ് ആണ്, അവർക്ക് പിന്നെ വേറെ ഒരു പേഷ്യന്റ് പിന്നെ ഉറക്കമില്ലായ്മ എന്നും പറഞ്ഞു. ഇവരെല്ലാം ആ ഏരിയയിൽ നിന്ന് വന്നവരാണ്, എൻ്റെ ഒക്കെ വന്നവരാണ്. അപ്പൊ ഈ റിസൾട്ട് കണ്ടപ്പോൾ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു നമ്മുടെ. അങ്ങനെയാണ് ഈ പേഷ്യൻസിനെ നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. ഇത് വേറൊരു സൈസ് ട്രീറ്റ്മെന്റ്, വേറൊരു രീതിയിലുള്ള ട്രീറ്റ്മെന്റ്. ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിക്ക് ഒരു സിംഗിൾ റെമഡി കൊടുത്താലൊന്നും അത് ശരി. സ്വരം കേൾക്കുന്നില്ല. നേരത്തെ ഇടയ്ക്ക് ഇങ്ങനെയായിരുന്നു, വരും, ഇപ്പൊ വരും. നെറ്റ് പ്രോബ്ലം ആണ്. എനിക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുകയെ, ഏതായിരുന്നാലും ഇന്ന് ഈ ക്ലാസ് കിട്ടിയാൽ എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു. കാരണം ഇന്നലെ ഒരു കേസ് വന്നു, കുറച്ച് നാളുകളുണ്ട്, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പുള്ളിക്ക് ഇങ്ങനെ യൂറിന് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇന്നലെ വന്ന് ഇത് കാര്യമൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം പോയി അൾട്രാസൗണ്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ ചികിത്സിച്ചിട്ട് കാര്യമില്ല, പല ഹോമിയോ ഡോക്ടേഴ്സൊക്കെ ചികിത്സിച്ചു, അലോപ്പതിയോ എന്തൊക്കെയൊക്കെ ചെയ്തു. അങ്ങനെ ഇന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് വന്നു. ഉച്ചയ്ക്ക് വന്നപ്പോ എനോർമസ്ലി ഹലോ.
കേക്കാം സാർ സാറേ, പറഞ്ഞോ. അത് കേക്കാം. ഇടയ്ക്ക് നെറ്റ് പോയി. അല്ല, ഇടയ്ക്ക് net ഹ്യൂബർട്ട് ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞ എന്തുവായിരുന്നു? സക്സസ് ആയെന്നാണോ പറഞ്ഞത്? ഇല്ല കുറഞ്ഞെന്നാണോ? ഇല്ല, ഇന്ന് വന്നതേ ഉള്ളൂ എനിക്ക് ഓ കേസ്. ശരി. ഇനോർമസ്ലി ഭയങ്കര വലുത്, 90 cc ഓളം ഉണ്ട്. പിന്നെ യൂറിനറി ബ്ലാഡർ ഇല്ല, എന്നിട്ട് ഇവിടെ കിഡ്നിയിൽ, ലെഫ്റ്റ് കിഡ്നിയിൽ ഒരു സ്റ്റോണ്. അത് പക്ഷേ 4 mm ഉള്ളൂ. യൂറിൻ ഞാനിപ്പോ എപ്പോഴും നിർത്തിയേക്കാം ട്രിപ്പിളിങ്. ഡോക്ടറെ, 69 ഞാനിപ്പോ വയസ്സ്. നിർത്തിയേക്കാം ശരി ഞാനിപ്പോ സാർ. നിർത്തിയേക്കാം. അതായത് അതിന് ആ പോളിപ്പസിന് ഞാൻ കൊടുത്ത മെഡിസിൻ എന്ന് വെച്ചാല് ടൂക്രിയമാണ് കൊടുത്തത്. ടൂക്രിയം അതായത് കെന്റ് റെപ്പർട്ടറിയില് കിടക്കുന്ന ഒരു മെയിൻ മെഡിസിൻ ആണ് ഈ പോളിപ്പസിന് ടൂക്രിയം മെഡിസിൻ. പിന്നെ ഇത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പം ഇപ്പം അടുത്ത് കൊടുക്കേണ്ട ഒരു മരുന്ന് തൂജയാണ്. അത് സൈക്കോട്ടിക് സ്റ്റേജ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തൂജ 10 ഒരു ഡോസ് കൊടുക്കണം. പക്ഷെ ഉടനെ ഞാൻ കൊടുക്കത്തില്ല, കുറെ കൂടെ കഴിഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ഇതാണ് എനിക്ക് ഇത് പറയാനുള്ളത്. പിന്നെ വേറെ ഒത്തിരി സിംഗിൾ റെമഡീസ് ഉണ്ട് കേട്ടോ. ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് ഒത്തിരി സിംഗിൾ റെമഡി ഉണ്ട്. സമയമായി, ഞാൻ മറ്റുള്ളവർക്ക് കൂടെ ചാൻസ് കൊടുക്കണ്ടേ, ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് ഈ അല്ല, പറയുവാണെങ്കിൽ എനിക്ക് സാറ് ഒത്തിരി സ്റ്റോപ്പ് പറയാം. ചെയ്യണ്ട. സ്റ്റോപ്പ് ചെയ്യണ്ട. സാറ് ഔട്ടായ സൗണ്ട് കേൾക്കാതിരുന്നപ്പോ ഹ്യൂബർട്ട് ഡോക്ടർ ഒരു കേസ് അത് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് വളരെ സഹായമായത്. പിന്നെ ഇനി ദീപ പ്രകാശ് ഡോക്ടർ ഇനി സാറിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനാണെങ്കിലോ, ദീപ പ്രകാശ് ഡോക്ടർക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണേ, സാറ് പോവരുത്. ഞാൻ പോകുന്നില്ല. ഇല്ല, ഞാനതാ പറഞ്ഞു. ഇന്ന് ഇത് ഏറ്റവും വളരെ ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആണ്. കാരണം ഭയങ്കരമായിട്ട് ഇന്നലെ വന്ന കേസ് ഞാൻ സാർ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. യൂറിന് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പ്രോബ്ലമാണ്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി, 61 വയസ്സായ. അപ്പം ഞാൻ പറഞ്ഞു പോയി അൾട്രാസൗണ്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. എടുത്തിട്ട് വന്നപ്പോൾ കാണാൻ 90 cc ഉണ്ട്. എനോർമസ്ലി ഇതായിട്ടുള്ള ബിഗ് ആയിട്ടുള്ള ഒരു ഇതാ. പിന്നെ ലെഫ്റ്റ് സൈഡ് 4 mm ഒരു നോൺ ഒബ്സ്ട്രക്റ്റീവ് സ്റ്റോണും കാൽക്കുലസും ഒക്കെ ഉണ്ട് കിഡ്നിയിൽ. അപ്പൊ അതേതായിരുന്നാലും സാറിന്റെ ക്ലാസ് ഭയങ്കര ഉപയോഗപ്പെട്ടു. ഏതായിരുന്നാലും ഇനി അടുത്ത പ്രയോഗിക്കാം. മുമ്പ് അതൊക്കെ എടുത്ത് ചികിത്സിച്ചിട്ടുണ്ട്. പ്രയോഗിച്ചാൽ മതി. ഹ്യൂബർട്ട് ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും. അപ്പോഴേ നീ ദീപ പ്രകാശ് ഡോക്ടർ നേരത്തെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. എന്തെങ്കിലും സംശയം ചോദിക്കാനാണോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടറെ ഇനി അൺമ്യൂട്ട് ചെയ്ത്. ഒന്നുമില്ല, ഞാനൊരു കേസ് പറയാനാണ്. കുറെ കേസ് അങ്ങനെ വരാറുണ്ടെങ്കിൽ ഒരു നല്ലൊരു അടിപൊളി കേസ് കിട്ടി, അതൊന്നും അവിടെ പ്രസന്റ് ചെയ്യാന്ന് വെച്ചിട്ട്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. അടിപൊളി കേസ് കേൾക്കാൻ ഞങ്ങൾ റെഡി. ഒന്നുമില്ല, ഞാൻ ഒരു പേഷ്യന്റ് എൻ്റെ അടുത്ത് വന്നു. കുറെ വർത്താനൊക്കെ പറഞ്ഞപ്പോ ഞാൻ സെക്ഷൽ റിലേഷനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഞാൻ ഒരുപാട് സ്ത്രീകളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്ന് പറഞ്ഞു. PSA 28 അപ്പോ പല ഡോക്ടേഴ്സിന്റെ അടുത്തും പോയി മാറാണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ സംസാരിച്ച് ഞാൻ പൊതുവെ ഈ കുർക്കുമ ടിഞ്ചർ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അതിന്റെ കൂടെ ഒരേ ഒരു മെഡിസിനെ കൊടുത്തിട്ടുള്ളൂ, മെഡോറിനം. ആ ഒരൊറ്റ ഇത് വെച്ചിട്ട് പല സ്ത്രീകളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. മെഡോറിനം 1 ഒരു ഡോസ് കൊടുത്തു, 1 മാസത്തെ മരുന്നും കൊടുത്തു വിട്ട് പുള്ളി ടെസ്റ്റ് ചെയ്ത് വന്നപ്പോ നോർമലിൽ താഴെയായി PSA. പിന്നെ പൊതുവെ അതെനിക്ക് കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവര്, ഈ ആശാരിമാര്, തട്ടാന്മാര്, അങ്ങനെ കുത്തിയിരുന്ന് ജോലി, അതെനിക്ക് വേറൊരു ക്ലാസ് കിട്ടിയാണ്. പൊണിയം നല്ലൊരു മെഡിസിനാണ്, പൊണിയം. പിന്നെ എല്ലാ കേസിലും ഞാൻ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് എന്ന നിലയിൽ കുർക്കുമ ടിഞ്ചർ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ ഡോക്ടർ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പൊ എന്തായാലും 2 ഒരു അഡീഷൻസും കൂടെ കിട്ടി. നേരത്തെ ഹരിഹരൻ സാറ് സെക്ഷുവൽ സപ്രഷൻ ആണെങ്കിൽ ഇത് ഓവറാണ്. അപ്പൊ 2-നുള്ള പ്രതിവിധി കിട്ടി. അല്ല, മെഡോറിനം ഡോക്ടറെ, അത് എന്താ മെഡോറിനെ ആക്ട് ചെയ്യുന്ന അറിയാമോ? മെഡോറിന്റെ കോൺസ്റ്റിറ്റ്യൂഷനില് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സെക്ഷൽ അതായത് ഈ സെക്സിനെ കുറിച്ചുള്ള കൂടുതൽ വരുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ഇസ് മെഡോറിനം. മാത്രമല്ല എല്ലാ സുഖങ്ങളും കൂടുതൽ അനുഭവിക്കുന്ന മെഡിസിൻ. അതെ, അതിന്റെ കറക്റ്റ് ആണ്. ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആണ്. അത് മെഡോറിനത്തിന്റെ മൈൻഡാണത്. മെഡോറിനവും നമുക്ക് തൂജായും തമ്മില് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന
ഒരു പോയിന്റ് ആണ് ആ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഓവർ ആയിട്ടുള്ള തോട്ട്സ് വരുന്ന ഒരാളിന് ഹൈ ഡിസയർ ഫോർ സെക്സ് അത് വരുന്നതിന് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ മെഡോറിനാണ് ആണുങ്ങൾക്ക്. ദാറ്റ് ഈസ് സൈക്കോട്ടിക് റെമഡി, ഹൈ സൈക്കോട്ടിക് റെമഡിയാണ് മെഡോറിന്. ഓക്കെ. അപ്പൊ ഇനി മറ്റു ഡോക്ടേഴ്സിന് ഏതെങ്കിലും ഇതുപോലെ കേസുകൾ പറയാനുണ്ടെങ്കിലോ, എന്തെങ്കിലും കേസുകൾ സംശയം ഉണ്ടെങ്കിലോ ചോദിക്കാനുണ്ടെങ്കിലോ ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഹരിഹരൻ സാറിന്റെ ക്ലാസ് ഇതാ ജയലളിത ഡോക്ടർ വന്നിട്ടുണ്ട്. ജയലളിത ഡോക്ടറെ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തേ ഡോക്ടറെ. ഓക്കെ. എനിക്ക് പറയാനുള്ളത്, ഞാൻ കൊനിയമ്മക്ക് കൊടുത്തിട്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയേക്കണത്. അതൊരു പേഷ്യന്റ് വന്നിട്ട് ഒരു 49 വയസ്സേ ആയിട്ടുള്ള അയാൾക്ക്. അയാള് മാരേജ് കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. പിന്നെ രണ്ടാമത്തെ കുട്ടി ആയതിനു ശേഷം പിന്നെ 10-21 കൊല്ലത്തേക്ക് യാതൊരു ഇതുമില്ല, റിലേഷൻഷിപ്പും ഇല്ല. അയാൾക്കെന്ന് വെച്ചാൽ അയാളുടെ വൈഫിന് സ്കിൻ കംപ്ലൈൻസ് ഒക്കെ ഉള്ളത് കാരണം അയാൾക്കൊരു വെറുപ്പും മറപ്പും തോന്നി. അങ്ങനെയാണ് അയാളുടെ കംപ്ലൈന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അയാൾക്ക് വന്നിട്ട് PSA 21 ആയിരുന്നു. പിന്നെ യൂറിൻ പോവാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ കൊടുത്തത് ഇപ്പൊ ഹരിഹരൻ ഡോക്ടർ പറഞ്ഞ പോലെ ഒനിയം മാക്ക് 10 പിന്നെ സോളിഡാഗും കൊടുത്തു. മെഡോറിന് എനിക്ക് അറിയില്ലായിരുന്നു. മെഡോറിന് അത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് നല്ലതാണെന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ കൊടുത്തു. അത് നല്ലൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ചോദിക്കാൻ വന്നത് ഹരിഹരൻ സാറിനോട്, ചില മെയിൽസ് വന്ന് പറയും ഫ്രീ ആയിട്ട് ഇങ്ങനെ പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് അറിയാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെന്തായിരിക്കും റീസൺ? അറിയണില്ല അവരുടെ ഒരു അണ്ടർവെയറിൽ ആവുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും റീസൺ? അത് നമ്മുടെ മെഡിസിൻ ഏതാണ് കൊടുക്കേണ്ടത്? ചിലവര് യെല്ലോയിഷ് ആയിട്ട് പറയുന്നുണ്ട്, ഒരു സ്പോട്ട് പോലെ, അല്ലെങ്കിൽ കുറച്ചധികം ഇങ്ങനെ പാൻറ്റീസിൽ കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ്, എന്തായിരിക്കും അതിന്റെ കാരണം? ഹരിഹര സാറേ ഞാനാണെങ്കിൽ അങ്ങനെയുള്ള കേസ് വരുവാണെങ്കിൽ ആസിഡ് ഫോസ് 10 ഒരു ഡോസ് കൊടുക്കും. ഓക്കെ സർ. ദെൻ ഒറ്റ ഡോസ് മതിയോ? പ്രോസ്റ്റേറ്റ് ഏറിയ എന്ന് പറയുന്ന മരുന്നിന് ആസിഡ് ഫോസ് ബെസ്റ്റ് മെഡിസിൻ. ഓക്കെ. വേറെ ആസിഡ് ഫോസ് ഇങ്ങനെയുള്ള കേസിൽ ഞാൻ 10 തന്നെ കൊടുക്കും ആസിഡ് ഫോസ്. ഈ ആസിഡ് ഫോസ് ഇത് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത് തന്നെ വേറെ ഒരു പറഞ്ഞുതരാം. ഈ ചില കുട്ടികളിലെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ചില കുട്ടികളിലെ ഈ ആദ്യം ഒരു പാല് പോലൊരു സാധനം ചാടുന്നെന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ അമ്മമാര് വന്ന് പറയും. അതിനും ഈ ആസിഡ് ഫോസ് നല്ലതാണ്. അതിന്റെ കൂട്ടത്തിൽ കെന്ററപ്പത്തിൽ കിടക്കുന്ന ഒരു മെഡിസിൻ ബെർബറിസ് ആണ്. ഓക്കെ. അല്ല, ഇത് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണം. എന്ത് ടെസ്റ്റ് നമ്മൾ കൊടുക്കണം അതൊന്ന് ക്ലിയർ ആക്കി തന്നെ. ഡോക്ടറെ, ഇത് പിന്നെ പ്രോസ്റ്റേറ്റ് ഏറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇത് പ്രോസ്റ്റേറ്റ് ഏറിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതിന്റെ ഈ റീസൺ എന്ന് പറയുന്നത് ഓവർ പ്രൊഡക്ഷൻ ആണ്. ഈ പ്രോസ്റ്റേറ്റ് ഫ്ലോയിഡ് ഓവർ പ്രൊഡക്ഷൻ വന്നിട്ടാണ് ഇതിങ്ങനെ ഡിസ്ചാർജ് ചെയ്തായിട്ട് പോകുന്നത്. ഇതൊരു വലിയ രോഗമൊന്നുമല്ല. പക്ഷേ ഈ പേഷ്യന്റിന് പേഷ്യന്റ് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അതായത് ഈ പ്രോസ്റ്റേറ്റോറിയയ്ക്ക് മെഡിസിൻ നമ്മൾ പിന്നെ വേറെ പറയുന്ന ഏതാ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊണിയം മുമ്പ് പറഞ്ഞല്ലോ, കൊണിയം വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ആണ് ഇതിന്. പിന്നെ ഇതിന്റെ സെൻസേഷൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം നമ്മള്. എന്തെങ്കിലും സിംറ്റംസ്, അതായത് ബോൾ സെൻസേഷൻ വല്ലതും ഉണ്ടോ, ബേണിംഗ് ഉണ്ടോ, ഇല്ലെങ്കിൽ ഈ കോയിഷൻ കഴിയുമ്പോ എങ്ങനെയാണ്, കോയിഷൻ കൊണ്ട് അഗ്രിവേറ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്കോപോഡിയം ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ഡോക്ടറെ ഇതൊന്നുമല്ല, സെലേനിയം ഡോക്ടർ ഒന്ന് വായിച്ചു നോക്കണം. സെലേനിയം കൊണ്ട് ക്യൂർ ചെയ്യും. സിംറ്റംസ് വേറൊന്നും പറഞ്ഞില്ല, ഇല്ല, കുറെ നാളായിട്ട് ഇല്ലാത്തെന്ന് പറഞ്ഞു. അപ്പൊ സിംറ്റംസ് വേറൊന്നും പറഞ്ഞില്ല, ഇത് മാത്രം കാണുന്നുള്ളൂ എന്നാ പറഞ്ഞത്. സെലേനിയം ഡോക്ടറെ 2 മെഡിസിൻ ആണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് സെലേനിയവും ഒന്ന് ആസിഡ് ഫോസും. അതിൽ ഡോക്ടർ സെലേനിയം 1 കൊടുത്തിട്ട് എന്നെ വരെ പറയും. ഓക്കെ സർ. പിന്നെ സാറ് നേരത്തെ പറഞ്ഞത് പെട്രോസെലിനം, അതിനൊരു മെയിൻ ഇൻഡിക്കേഷൻ ഉള്ളത് കുട്ടികളില്
ആ ഒരു യൂറിത്തറയിൽ സിവിയർ ഇച്ചിങ് ഉണ്ടാവും. അവർക്ക് സിവിയർ ഇച്ചിങ് ഉണ്ടായിട്ട് അവർ ആ പെന്നിസിട്ട് ഉരയ്ക്കുമ്പോൾ ഒരു മാസ്റ്റർബേഷൻ പോലെ. അപ്പൊ എല്ലാവരും ചീത്ത പറയും, ഇങ്ങനെ എന്തുകൊണ്ട് കുട്ടി ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടീനെ ചീത്ത പറയും. പക്ഷെ സംഭവം അതല്ല, ആ ഒരു യൂറിത്തറയിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഇച്ചിങ് കൊണ്ടാണ് കുട്ടിയെ ആ ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് മെഡിസിൻ പെട്രോസിലിൻ. ഓക്കെ സർ, താങ്ക് യു വെരി സർ. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഡോക്ടറെ. ഇപ്പൊ സ്ത്രീകളുമായിട്ട് സംസാരിക്കുമ്പം തന്നെ ഈ പ്രോസ്റ്റാറ്റിക് ഫ്ലോയിഡ് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, കറക്റ്റ്, ശരിയാണ്. അത് ബെസ്റ്റ് മെഡിസിൻ കൊണിയമാണത്. ഓക്കെ സർ, അതും ചോദിക്കണം എന്ന് വിചാരിച്ചു. താങ്ക് യു സർ. അത് കൊണിയമാണ്. അതായത് സ്ത്രീകളായിട്ട് ഇങ്ങനെ ഫോണ്ടിലിംഗ് ഓഫ് ലേഡീസ് അങ്ങനെ അത് വരുന്നത് കൊണിയമാണ് അതിന്റെ ബെസ്റ്റ്. അങ്ങനെ വരുമ്പോ ചിലപ്പോ ഈ ഫ്ലൂയിഡ് പോയി കൂടെ പോകും. ഓക്കെ. അപ്പൊ ഹയർ പൊട്ടൻസി കൊടുക്കണം ഡോക്ടർ. ഇതിനെല്ലാം ഞാൻ സാധാരണയായിട്ട് വണ്ണമാണ് കൊടുക്കുന്നത്. വണ്ണം 3 ഡോസ് കൊടുക്കും. അത് നോർമൽ ആണെന്നാണോ ജയലളിത ഡോക്ടർ ചോദിച്ചത്? പിന്നെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ലാസീവ് തോട്ട്സ് വന്നാലും ഇതുപോലെ എമിഷൻ ഓഫ് പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഉണ്ടാവും. അതിന്റെ ബെസ്റ്റ് 2 മരുന്നാണ് അതിനുള്ളത്. ഒന്ന് കൊണിയോ, ഒന്ന് ആസിഡ് നൈട്രിക്കോ. ഓക്കെ. ഈ കൊനിയം കൊടുത്താൽ ചില പേഷ്യൻസിന് വെർട്ടിഗോ ഉണ്ടാക്കുന്നുണ്ട്. വെർട്ടിഗോ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പേഷ്യന്റ് സെൻസിറ്റീവ് ആയിരിക്കും. അത് പ്രൂവ് ചെയ്യുന്നതാണ് ഡോക്ടറെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഏത് പൊട്ടൻസി കൊടുക്കണം? ഹൈ പൊട്ടൻസി കൊടുക്കണം. സെൻസിറ്റീവ് പേഷ്യൻസിന് ഹൈ പൊട്ടൻസി കൊടുക്കണം. ഓക്കെ സർ. അതേസമയം അല്ലാത്ത പേഷ്യൻസിന് നമ്മൾ സാധാരണ പൊട്ടൻസി കൊടുത്താൽ മതി. സെൻസിറ്റീവ് പേഷ്യൻസിന് നമ്മൾ എപ്പോഴും ഹൈ പൊട്ടൻസി കൊടുക്കണം. പക്ഷെ നമ്മൾ ആദ്യം അറിയില്ലല്ലോ ഇത് സെൻസിറ്റീവ് ആണോ എന്നുള്ളത്. നമ്മൾ അറിയില്ലല്ലോ, നമ്മൾ കൊടുത്തു കഴിയും. ഹോമിയോപ്പതിക് സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് ആണ് സാർ. ശരിയാ. താങ്ക് യു സർ. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ രാത്രിയിൽ കിടന്നുറങ്ങുമ്പം ഈ ചില ആൾക്കാർക്ക് ശീക്രസ്ഖലനം ഉണ്ടാകത്തില്ലേ? അതിനും ബെസ്റ്റ് മെഡിസിൻ സെലേനിയമാണ്. സെലേനിയം. അതുപോലെ തന്നെ ഈ സ്റ്റൂള് പാസ് ചെയ്യുന്ന സമയത്ത്, അതായത് അവിടെ പോയി സ്റ്റൂള് പാസ് ചെയ്യാൻ പോകുമ്പം ചില ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ഡിസ്ചാർജ് വരും. അതിനും ആസിഡ് ഫോസ് സെലേനിയമാണ് അതിന്റെ മെഡിസിൻ. ആസിഡ് ഫോസ് സെലേനിയമാണ്. അങ്ങനെയൊക്കെ. പിന്നെ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുക, ഇങ്ങനെ ഡിഫറെന്റ് സിംറ്റംസ് ഉണ്ട് ചില ആൾക്കാർക്ക്. പിന്നെ ചില ആൾക്കാർക്ക് നടക്കുമ്പോൾ ഉണ്ടാവും. അതിന് ബെസ്റ്റ് മെഡിസിൻ സെലേനിയമാണ്. സെലേനിയം ഇതിനകത്ത് വലിയ ഒരു വണ്ടർഫുൾ റെമഡിയാണ് ഈ പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റിന്. ബഫോർ ആണോ മാസ്റ്റർബേഷൻ ഇൽ എഫക്ട്സ് ഓഫ് മാസ്റ്റർബേഷൻ, ദാറ്റ് ഈസ് ബഫോറാന. ആഗ്നസ് ഉണ്ടെന്ന് തോന്നുന്നു സാറേ ഈ ശീഘ്രത്തിൽ. പിക്രിക് ആസിഡ് നല്ല മെഡിസിൻ അല്ലേ? നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ് പിക്രിക് ആസിഡ്. പിന്നെ ഈ മാസ്റ്റർബേഷന് വേറെ ഒരു മെഡിസിൻ പറയുന്നുണ്ട്. മാസ്റ്റർബേഷന് പറഞ്ഞത് അതിന്റെ പേര് അതിന് എനിക്ക് തോന്നുന്ന ടരന്റുല ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ടരന്റുല, TARANTUL, ടരന്റുലയാണ്. മാസ്റ്റർബേഷൻ കൊണ്ട് കംപ്ലൈൻസ് കൊണ്ട് ഉണ്ടാകുന്നതിന് ഒരു മെഡിസിൻ ടരന്റുല ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഒന്ന് വായിച്ചു നോക്കിക്കോണം. ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഇനി 2-3 മിനിറ്റേ ഉള്ളൂ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ് പറയാനുണ്ടെങ്കിൽ അത് കൂടി പറഞ്ഞ് ഹരിഹരൻ സാറിന് വൈൻഡപ്പ് ചെയ്യാം. ഞാനിത് വൈൻഡപ്പ് ചെയ്യല, ഡോക്ടറിന്റെ വൈൻഡപ്പ് ചെയ്തു. എന്തെങ്കിലും അവസാനം അവസാനം എനിക്ക് എന്റെ ഹോമിയോ ഡോക്ടർമാർക്ക് പറയാം,
ഫെലോ ബീയിങ്സ് ആയ ഹോമിയോ ഡോക്ടർമാരുടെ ഒക്കെ പറയാനുള്ളത്, യു മസ്റ്റ് ബി കോൺഫിഡന്റ് അബൌട്ട് ഹോമിയോപ്പതി, റിഗാർഡിംഗ് ഹോമിയോപ്പതി, ആൻഡ് യു മസ്റ്റ് ട്രാൻസ്ഫർ ദി കോൺഫിഡൻസ് ടു ദി പേഷ്യൻസ്. അവിടാണ് നിങ്ങൾ യു മസ്റ്റ് ബി കോൺഫിഡന്റ് regarding homeopathy, in homeopathy, and you have to transfer the confidence to the patients. അപ്പം പേഷ്യന്റ് നമ്മുടെയൊക്കെ നിൽക്കും, എങ്ങും പോകത്തില്ല. ഈ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹോമിയോ ഡോക്ടറുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദൗത്യമാണത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദൗത്യമാണ്. അതുപോലെ ചാറ്റ് ബോക്സിൽ രണ്ട് സംശയം. സ്റ്റിഗ്മാറ്റ, കൊണിയം, ഇതൊക്കെ ഏത് പൊട്ടൻസിയാണ് കൊടുക്കേണ്ടത്? സ്റ്റിഗ്മാറ്റ മയാഡിസ് ടിഞ്ചർ കൊടുക്കണം. കൊണിയം ഇപ്പം മറ്റേ ജയലളിത പറഞ്ഞ കണക്ക് വല്ല തലകറക്കം ഉണ്ടാവുമോ, അങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെ ഉണ്ടാവുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ യു ക്യാൻ ഗീവ് കൊണിയം 0/3 ബെസ്റ്റ് മെഡിസിൻ. ഇല്ലെങ്കിൽ കൊണിയം 3 ഡോസ് കൊടുക്കാം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ സപ്രസ്ഡ് സെക്ഷൽ ഡിസയർ കൊണ്ടാ വന്നിരിക്കുന്നെങ്കിൽ യു ക്യാൻ ഗീവ് കൊണിയൻ 10 mg. സാർ നമസ്കാരം, ഡോക്ടർ അനിൽകുമാറാണ്. കേൾക്കാമോ? സാർ, ഇതിലൊരു ഒരു മെഡിസിൻ കൂടെ എനിക്ക് പറയാനുണ്ട്. സ്ക്രോഫുലേറിയ നൊഡോസ. കൊടുക്കാം. 200 ഒക്കെ വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ CA-125 കൂടിയ കേസുകളിൽ മലാൻഡ്രിനം 200 പൊട്ടൻസി റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുമ്പോൾ കുറഞ്ഞു വരും. ട്രൈ ചെയ്ത് നോക്കാം, വളരെ എഫക്റ്റീവ് ആണ്. ഈ സ്കോഫുലേറിയ നൊഡോസ എന്ന് പറയുന്ന മരുന്നുണ്ടല്ലോ, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മെഡിസിൻ. അത് ഏതിനാ ഞാൻ കൊടുത്തിട്ട് എനിക്ക് എഫക്റ്റ് കിട്ടിയിരിക്കുന്ന അറിയാവോ? ഈ തൈറോയിഡിന്റെ നൊഡ്യൂളിന് ഞാൻ കൊടുത്ത് എനിക്ക് അതിന് വണ്ടർഫുൾ ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ തൈറോയിഡ് നൊഡ്യൂളിന്റെ വേറൊരു മെഡിസിൻ കൂടെ ഉണ്ട് സാർ. ഒന്ന് കൽക്കേരിയ അയഡും, ഒന്ന് ലാപ്പിസ് ആൽബും. ലാപ്പിസ് ആൽബ് 30. അത് തന്നെ കണ്ടിന്യൂസ് എടുക്കും. ഇത് തന്നെ തൈറോയിഡിന്റെ എൻലാർജ്മെന്റ് വിത്ത് ഹാർട്ട് പൾസേഷൻ, ഹാർട്ട് ഇതുമായിട്ട് വരികയാണെങ്കിൽ ലൈക്കോപ്പസ് വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിൻ. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ക്ലാസ്സിലെ ആരോ, എനിക്കൊന്ന് ഡോക്ടർ സേറ്റിന്റെ ക്ലാസ്സിലാണോ മറ്റോ ആരോ ഇങ്ങനെ ചോദിക്കുന്ന കേട്ടു. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ കേട്ടോണ്ടിരുന്നതാണ്, ഞാൻ ഇന്റർഫിയർ ചെയ്തില്ല. അപ്പം ഈ മെഡിസിന് ഞാൻ വിചാരിച്ചു പറയണമെന്ന് വിചാരിച്ചു. ആ ഡോക്ടർ ചോദിച്ചാണ്, അതിന് ലൈക്കോപ്പസ് ആണ് ഈസ് ബെസ്റ്റ് മെഡിസിൻ. അതെ. അപ്പൊ ഇത് മലാൻഡ്രിനം 200, മലാൻഡ്രിനം ഡിഫറെന്റ് പൊട്ടൻസീസ്, CA ടെൻഡൻസി ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ്, കൺട്രോൾ ചെയ്യാൻ. ഓക്കെ ഡോക്ടറെ. CA പ്രോസ്റ്റേറ്റിന് ഏത് മെഡിസിൻ കൊടുക്കാന്ന് ഒരു ചാറ്റ് ബോക്സിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞത്. CA പ്രോസ്റ്റേറ്റിനെ പറഞ്ഞത് ലൈക്കോപ്പസോ? ലൈക്കോപ്പസ് അല്ല, മലാൻഡ്രിനം. ഓക്കെ. അത് ഏത് ക്യാൻസറിനും കൊടുക്കാം, പ്രോസ്റ്റേറ്റിന് എഫക്റ്റീവ് ആണ്. ഓക്കെ. അപ്പൊ സംശയം ചോദിച്ച ഡോക്ടർ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി, 10 മണിയായി. അപ്പൊ ഇന്ന് പ്രോസ്റ്റേറ്റ് എത്ര പേരുണ്ടായിരുന്നു ഡോക്ടറെ? 80ഓളം ഉണ്ടായിരുന്നു. ഇപ്പം 68 പേരുണ്ട്. 80ഓളം പേരുണ്ടായിരുന്നു. അപ്പൊ പ്രോസ്റ്റേറ്റ് എല്ലാവർക്കും പ്രോസ്റ്റേറ്റ് ഓരോ കേസുകൾ ദിവസവും അവരവരുടെ ക്ലിനിക്കിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആകാംക്ഷ കാണും, ഇതെങ്ങനെ ഏത് മെഡിസിൻ കൊടുക്കാം, ഏതൊക്കെ അവസ്ഥയിലെന്നുള്ള. അതുകൊണ്ട് കൂടുതൽ പേര് ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും അവർ സംതൃപ്തിയോടെ മടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ചർച്ച വളരെ ധന്യമാക്കിയ ഹരിഹരൻ സാറിനും പിന്നെ സംശയങ്ങൾ ചോദിച്ച ജയലളിത ഡോക്ടർക്കും, ഹ്യൂബർട്ട് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും, ഹോമിയോപ്പതി സ്നേഹികൾക്കും, സ്റ്റുഡൻസിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.